ആബ്സല്യൂട്ട് ഡ്രാമ. പോയ രാവിൽ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി പോരാട്ടത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഫൈനൽ വിസിൽ ഉയരുന്നതുവരെ നിങ്ങൾ വിജയം ആഘോഷിച്ചു തുടങ്ങരുതെന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ച ഹൈ വോൾട്ടേജ് ലാസ്റ്റ് മിനിറ്റ് ത്രില്ലർ. അടിയും തിരിച്ചടിയും കണ്ട പ്രീമിയർ ലീഗ് പോരാട്ടത്തിനൊടുവിൽ റഫറി മൈക്കൽ ഒലിവർ ലോങ് വിസിൽ മുഴക്കുമ്പോൾ ശോകമൂകമായിരുന്നു എത്തിഹാദിലെ ഹോം ഗാലറി. അതുവരെ ആരവങ്ങൾ മുഴക്കിയ നീലപുതച്ച ആരാധക കൂട്ടം ഇഞ്ചുറി ടൈമിലെ എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിന് പിന്നാലെ പിൻ ഡ്രോപ്പ് സൈലന്റിലേക്ക് വഴിമാറി. മത്സരശേഷം വാനിലേക്ക് തലയുയർത്തി അലറി വിളിച്ച പെപ് ഗാർഡിയോളയുടെ ആ ഒരൊറ്റ ഫ്രെയിം കളിയുടെ ആകത്തുക വിളിച്ചോതുന്നതായിരുന്നു. മത്സരം കൈവിട്ടില്ലെങ്കിലും നിരാശ ബാധിച്ച മുഖഭാവമായാണ് ബെർണാഡോ സിൽവയടക്കമുള്ള സിറ്റി താരങ്ങൾ മൈതാനം വിട്ടത്. നഷ്ടമായ ആ 2 പോയിന്റ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഓരോ സിറ്റി ആരാധകർക്കും നന്നായി അറിയാം. സ്വന്തം തട്ടകത്തിൽ പുതുവർഷത്തിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും പോരായിരുന്നു. അവസാന മത്സരത്തിൽ സണ്ടർലാൻഡിനെതിരായ ഞെട്ടിക്കുന്ന സമനില അവർക്ക് ഏൽപ്പിച്ച ഡാമേജ് വളരെ വലുതായിരുന്നു. ഇതിൽ നിന്ന് മുക്തമാകാൻ ചെൽസിക്കെതിരെ മികച്ചൊരു കംബാക്കാണ് സിറ്റിയും പെപ്പും ആഗ്രഹിച്ചത്. പതിവ് പോലെ എർലിംഗ് ഹാലൻഡിനെ മുൻനിർത്തിയുള്ള ആക്രമണം. തൊട്ടു പിന്നിലായി റയാൻ ചെർക്കിയും ഫിൽ ഫോഡനും. മധ്യനിരയിൽ കളിമെനയാൻ റോഡ്രിയും ബെർണാഡോ സിൽവയും റൈൻഡേഴ്സും. ഡിഫൻസീവ് ഡ്യൂട്ടിയിൽ റൂബൻ ഡയാസും ജോസ്കോ ഗോഡിയോളും. മറുഭാഗത്ത് ഒട്ടും പോസിറ്റീവായിരുന്നില്ല ചെൽസിയുടെ കാര്യങ്ങൾ. ദിവസങ്ങൾക്ക് മുൻപാണ് പരിശീലകൻ എൻസോ മറസ്കയെ മാനേജ്മെന്റ് പുറത്താക്കിയത്. ഇന്ററിം കോച്ചായ കല്ലും മക്ഫാലിന് കീഴിലാണ് ടീം ഇറങ്ങുന്നത്. ചെൽസിയുടെ അണ്ടർ 23 പരിശീലകന്റെ ആദ്യ വെല്ലുവിളി തന്നെ പെപ്പിന്റെ സിറ്റിയുമായി. സസ്പെൻഷനെ തുടർന്ന് ടീമിന്റെ എഞ്ചിനായി കളിച്ചിരുന്ന മോയിസസ് കൈസേഡോ ടീമിലില്ലെന്ന വെല്ലുവിളി വേറെയും. ജാവോ പെഡ്രോയെ മുൻനിർത്തി 4-2-3-1 ശൈലിയാണ് ചെൽസി അവലംബിച്ചത്. കോൾ പാമർ പ്ലേമേക്കർ റോളിൽ കളിക്കുമ്പോൾ ഇരുവിങ്ങുകളിലുമായി പെഡ്രോ നെറ്റോയും എസ്റ്റോവോ വില്യനും. കൈസേഡോക്ക് പകരം റീസ് ജെയിംസ് മധ്യനിരയിലേക്ക് മാറിയപ്പോൾ റൈറ്റ് വിംഗ് ബാക്കായി എച്ചൻ പോങ്ങിനെയാണ് വിന്യസിച്ചത്. കളിക്ക് മുൻപ് തന്നെ വിൻ പ്രൊബബിലിറ്റിയിലും സാധ്യതയിലുമെല്ലാം സിറ്റിക്കായിരുന്നു മേധാവിത്വം. ആദ്യ മിനിറ്റുകളിലെ ചില മിന്നലാട്ടങ്ങളിലൂടെ ചെൽസി സിറ്റി ഗോൾ മുഖം വിറപ്പിച്ച് തൊഴിച്ചു നിർത്തിയാൽ ആദ്യ പകുതിയിൽ കംപ്ലീറ്റ് സിറ്റി ഡോമിനൻസ് ആയിരുന്നു മത്സരത്തിൽ. പതുക്കെ പന്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ആതിഥേയർ തനത് ശൈലിയിലേക്ക് മാറി. ഇതിനിടെ 18-ാം മിനിറ്റിൽ ബോക്സിനുള്ളിൽ നിന്ന് എസ്റ്റോവോ വില്യന്റെ മികച്ചൊരു ഷോട്ട് ഫുൾ ലെങ്തിലൂടെ ഗോഡിയോൾ ബ്ലോക്ക് ചെയ്ത് അപകടം ഒഴിവാക്കി. മറുഭാഗത്ത് സിറ്റിക്കായി ലഭിച്ച മികച്ച അവസരം ഫിനിഷിലെത്തിക്കാൻ ഫിൽ ഫോഡനുമായില്ല. ചെൽസി ഡിഫൻസിന്റെ കത്രിക പൂട്ടിലകപ്പെട്ട ഹാലൻഡ് ആദ്യ 20 മിനിറ്റുകളിൽ ചിത്രത്തിലേ ഉണ്ടായില്ല. എന്നാൽ 38-ാം മിനിറ്റിൽ ലഭിച്ച ത്രൂബോളുമായി കൊതിച്ച ഹാലൻഡ് ബോക്സിന് തൊട്ടുപുറത്ത് നിന്ന് ഉതിർത്ത ഷോട്ട് ഫുൾ ലെങ്ത് ഡൈവിൽ ചെൽസി ഗോൾ കീപ്പർ ജോർഗിൻസൺ അവിശ്വസനീയമാം വിധമാണ് തട്ടിയകറ്റിയത്. തൊട്ടടുത്ത മിനിറ്റിൽ റോഡ്രിയുടെ പാസിൽ നിന്ന് ഹാലൻഡ് ഉതിർത്ത കർവിംഗ് ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയത് നിരാശയോടെയാണ് സിറ്റി ആരാധകർ വീക്ഷിച്ചത്. ഹാലൻഡിന്റെ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് വന്നതോടെ സിറ്റി ഏതു നിമിഷവും ഗോൾ നേടുമെന്ന പ്രതീതി ഉയർന്നു. 42-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്ക് അനുകൂലമായി ഗാലറി കാത്തിരുന്ന നിമിഷമെത്തി. ഹാലൻഡിലേക്ക് നൽകിയ ത്രൂ ബോൾ തട്ടിയകറ്റിയ ചെൽസി ഡിഫൻസിന് പിഴച്ചു. പന്ത് നേരെ റൈൻഡേഴ്സിന്റെ കാലുകളിലേക്ക്. ചെൽസി ഡിഫൻഡർ ബഡിയഷിലിനെ കബളിപ്പിച്ച് ഡച്ച് മിഡ്ഫീൽഡറുടെ ക്ലിനിക്കൽ ഫിനിഷ്. 2-ാം പകുതിയിൽ എസ്താവോ വില്യനെ പിൻവലിച്ച ചെൽസി കോച്ച് കല്ലു മക്ഫാലൻ മധ്യനിര താരം ആന്ദ്രേ സാന്റോസിനെ കളത്തിലിറക്കി. 2-ാം പകുതിയിൽ കൂടുതൽ ഉണർന്നു കളിച്ച സന്ദർശകർ മികച്ച നീക്കങ്ങളുമായി ചില സൂചനകൾ നൽകി. 2-ാം പകുതി ആരംഭിച്ച് 3-ാം മിനിറ്റിൽ തന്നെ ചെൽസിയുടെ മികച്ച നീക്കമെത്തി. എൻസോ ഫെർണാണ്ടസ് തളികിലെന്ന പോലെ നൽകിയ പന്ത് പെഡ്രോ നെറ്റോ നഷ്ടപ്പെടുത്തിയത് ചെൽസി ആരാധകർ നിരാശയോടെയാണ് കണ്ടത്. മറുഭാഗത്ത് ഹാലൻഡിനെ മുൻനിർത്തിയുള്ള സിറ്റി നീക്കങ്ങളെ പാടുപെട്ടാണ് ബഡിയഷിൽ ട്രെവോ ചെലവ കൂട്ടുകെട്ട് തടഞ്ഞു നിർത്തിയത്. ഇതിനിടെ ജാവോ പെഡ്രോയെ പിൻവലിച്ച് സ്ട്രൈക്കർ ലിയാം ഡെലപ്പിനെ കൊണ്ടുവരാനുള്ള ചെൽസി കോച്ചിന്റെ തീരുമാനം കളത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. നിരന്തരം സിറ്റി ബോക്സിൽ അപകടം വിതച്ച ഡെലപ്പ് ചെൽസി പ്രതീക്ഷകൾക്ക് ചിറകു നൽകി. അവസാന 10 മിനിറ്റിൽ ആക്രമണ പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളഞ്ഞുറിഞ്ഞതോടെ മത്സരം ആവേശത്തിന്റെ പാരമ്യത്തിലെത്തി. ഒടുവിൽ ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ എവേ ഗാലറി കാത്തിരുന്ന നിമിഷമെത്തി. നിക്കോ ഒറേലിയെ ഓടിത്തോൽപ്പിച്ച് വലത് വിങ്ങിലൂടെ കുതിച്ചെത്തിയ മലോ ഗുസ്തോ ബോക്സിലേക്ക് അളന്നു മുറിച്ചൊരു ക്രോസ് നൽകി. ഗുസ്തോ നൽകിയ ഗ്രൗണ്ട് ബോളിലേക്ക് ഓടിയെത്താൻ ഡെലപ്പിനായില്ലെങ്കിലും എൻസോ ഫെർണാണ്ടസ് തക്കം പാർത്ത് അവിടെയുണ്ടായിരുന്നു. ആദ്യ ശ്രമം ഡോണറുമ സേവ് ചെയ്തെങ്കിലും റീബൗണ്ടിലെ 2-ാം ടച്ചിൽ അർജന്റീൻ താരം ചെൽസിക്ക് ജീവൻ നൽകിയ ഗോൾ കണ്ടെത്തി. പരസ്യപ്പലക ചാടിക്കടന്നെത്തിയ എൻസോ ഗോൾ ആഘോഷിക്കാനായി നേരെ ചെന്നത് എവേ ഗാലറിയിലെ ആരാധകർക്കിടയിലേക്കായിരുന്നു. ഒരുപക്ഷെ പാമറും പെഡ്രോ നെറ്റോയും നിറം മങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ മത്സരഫലം പോലും ചിലപ്പോൾ മറ്റൊന്നായേനെ. എൻസോയുടെ ഈ ഇഞ്ചുറി ടൈം ഗോളിൽ ആശ്വസിക്കുന്ന മറ്റൊരു ക്ലബ് ആർസണലാണ്. കിരീടത്തിലേക്ക് അടുക്കുന്ന ഗണ്ണേഴ്സിന് സിറ്റിയുമായുള്ള വ്യത്യാസം 6 പോയിന്റായി ഉയർത്താനായി. പൊരുതി നേടിയെടുത്ത ഈ സമനില ചെൽസി ക്യാമ്പിന് നൽകുന്ന ഊർജം ചെറുതല്ല. ആദ്യമായൊരു സീനിയർ ടീമിനെ പരിശീലിപ്പിക്കുന്ന കോച്ചിന് കീഴിലിറങ്ങി പെപ്പിന്റെ കളിക്കൂട്ടത്തെ തടഞ്ഞു നിർത്താനായതിന്റെ ആശ്വാസം. എൻസോ മറസ്കയുടെ പുറത്താകലിന് പിന്നാലെ ക്ലബ് ഡ്രസ്സിംഗ് റൂമിൽ നിറഞ്ഞ കറുത്ത പുക തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കാൻ അവർക്കായി. പ്രതിബന്ധങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമാണ് ചെൽസിക്കുള്ളത്.
പുതുവർഷത്തിൽ ലഭിച്ച ഈ കോൺഫിഡൻസുമായി പുതിയ കോച്ചിന് കീഴിൽ കുതിക്കാനാകുമോ ചെൽസിക്ക്? കാത്തിരുന്ന് കാണാം.